ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ആൻഡ് നമ്മൾ എന്നൊരു ട്രെയിലർ റിയാക്ഷൻ വിത്ത് ഒരു സീരീസിൻ്റെ എൻ്റെ ഒരു ഒപ്പീനിയനും കൂടെ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് ഗൈസ്. നിങ്ങൾ ടൈറ്റിൽ വായിച്ചാണ്. ബാലറീന എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. വിച്ച് ഇസ് ഞാൻ ഈ പടം വളരെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ്. ബിക്കോസ് ജോൺ വിക്ക് യൂണിവേഴ്സിൽ വരുന്ന പടമാണ്. നമ്മുടെ കിയാനോ റീവ്സിൻ്റെ ഒരു ക്യാമിയോ ഈ പടത്തിലുണ്ട്. അതിൻ്റെ ലേറ്റസ്റ്റ് ട്രെയിലർ വന്നിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇല്ല, ലയൺസ് ഗേറ്റിൻ്റെ ആ ട്രെയിലറിന് 1.9 മില്യൺ ഉണ്ട്. പക്ഷേ അധികം ഹൈപ്പ് ഇല്ലാത്തൊരു സിനിമയാണ്. ആന ഡി ആർമസ് ആണ് നടി. ഓ മാൻ, ഷീസ് അമേസിങ്, വെരി ഹോട്ട്. എന്താണെങ്കിലും ആ സിനിമയുടെ ട്രെയിലർ നമുക്ക് എന്തായാലും കാണാം ഗൈസ്. വെരി നൈസ്. ഇതിൽ എന്തായാലും കോപ്പി റൈറ്റ് ഒക്കെ അടിച്ച് അവന്മാർ വിളയെ കയറ്റും, അത് വേറെ കേസ്. എന്തായാലും പറഞ്ഞെടുത്ത് വെച്ച് കാണാം എന്തായാലും. In Slavic mythology, the Kikimara is a spirit that exists in the shadows. Whoa. To those with darkness in their hearts, she can be vengeful. But to the Addi, veddi, addi. Oh, man. Ooh, ow. ഓ അമ്മച്ചി, അല്ല ബെസ്റ്റ് സ്ഥലത്ത് വെടിവെച്ചത്. Do you the Jews? Welcome to the continent. Checking in. Yes. ഈ മനുഷ്യൻ മരിച്ചു. Tribe with this mark. Needing to know is what God is about. ഓ യവനാടെ നടയും. അല്ല വില്ലേ. Are you prepared to be cast out again, Eve? Yes. I'd like to go hunting. Please be a large or small game hunter. ഓഹോ, Large. അടിപൊളി. ലൊക്കേഷൻ ഇത് എവിടെ? റഷ്യ. Idea what you just walked into. ഓ യു ഹാവ് നോ ഐഡിയ മാൻ. ഫ്ലെയിം ത്രോയർ. ഓഫ്, കരിച്ചു കൊല്ലാണ്. അൽഫഹാം. She's not called off. ഫ്ലെയിം ത്രോയർ വിത്ത് ഗൺ. Someone to solve the problem. വന്ന് മച്ചായി. I am. The Baba Yaga. Oh yeah man, the Baba Yaga himself, yes. Leave the wolf to its prey. She sent you here to kill me? Or you can leave. I'm not leaving. Your choice. Oh. This is your fate. And you cannot change it. Oh. Man. Rules. And consequences. Ballerina. From the world of John Wick. June 6. Oh man. നല്ല എ ക്ലാസ് ആടി പടം. ടിക്കറ്റ് എടുക്കുക, അടി കാണുക, പോവുക. അവരെന്തിന് പറയണത്, അതിലെന്തൊരു സ്റ്റോറി അതൊന്നും നോക്കണ്ട. നല്ല കീടില്ല ഫൈറ്റ് സീക്വൻസസ് കാണാം. അത് ഈ പറയുന്ന ജോൺ വിക്കും ഇതൊക്കെ ഞാൻ മെയിൻലി ഇതിൻ്റെ ഒരു വലിയ ഫാനാണ്. അപ്പോൾ എന്താണെങ്കിലും ജൂൺ 6 ആ പടം വരാൻ പോവുകയാണ്. പിന്നെ ഞാൻ പറയാൻ പോകുന്നത് അഡോളസെൻസ് എന്ന് പറയുന്നൊരു സീരീസ് നെറ്റ്ഫ്ലിക്സിലുണ്ട്. കിട്ടില്ല സീരീസ്. ഓഫ് മാൻ, 4 എപ്പിസോഡാണ്. 4 എപ്പിസോഡും വൺ ഷോട്ടിലാണ് പോണത്. എവിടെയെങ്കിലൊക്കെ സ്റ്റിച്ചിങ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിരിക്കണം. അല്ലാതെ ഇത് എന്തൊരു എനിക്കറിയില്ല. എന്തായാലും അവരും അങ്ങനെ തന്നെയാണ് അതിന് മാർക്കറ്റ് ചെയ്യുന്നത്. സിംഗിൾ ഷോട്ടാണ്. 49 മിനിറ്റിൻ്റെ ഓരോ 4 എപ്പിസോഡ്. ഈ എല്ലാവരും ഇറസ്പെക്റ്റീവ് ടു എനി ഏജ് ഓർ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ഗംഭീര സീരീസ്. അയ്യോ, ഇതിൽ എസ്പെഷ്യലി പാരൻസൊക്കെ കാണണം കേട്ടോ. ഇപ്പോഴത്തേക്ക് പിള്ളേരുടെയൊക്കെ പാരൻസും ഇവരെ ഞാൻ പറയില്ല, പണ്ടൊക്കെ നമുക്കൊക്കെ ഒരു ഇമോജി, ഇപ്പോൾ ഇമോജി വെച്ച് നമ്മൾ സംസാരിക്കാറില്ലേ, വിങ്ക് ഇമോജി, ചിരിക്കണ ഇമോജി. നമ്മൾ ചുമന്ന ഹാർട്ട് അയച്ചു കഴിഞ്ഞാൽ അത് ചുമന്ന ഹാർട്ട് തന്നെയാണ്. പക്ഷെ ഇപ്പോഴത്തെ പല കളർ ഹാർട്ട്സ് നമുക്ക് അയക്കാൻ പറ്റും. ആ പല കളർ ഓഫ് ഹാർട്ട്സിനും പല മീനിങ് ഒക്കെ ഉണ്ടേ. പല ഇമോജീസിനും പല മീനിങ് ഒക്കെ പിള്ളേരങ്ങ് കൊടുത്തേക്കാണ്. അതൊന്നും നമുക്കറിഞ്ഞൂടാ, അതൊക്കെ ഡീകോഡ് ചെയ്യായി. ഹേ മാൻ, ഭയങ്കര ഒരു മസ്റ്റ് ബ്ലഡി വാച്ച് ആ ഒരു സീരീസ്. ഇറ്റ്സ് ഭയാനകം, അമേസിങ് ആയിട്ട് ഡയറക്ഷനൊക്കെ ഉണ്ടല്ലോ. അതായത് ലിറ്ററലി ഞാൻ വലിയ സിംഗിൾ ഷോട്ടിൽ പോകുന്നതുകൊണ്ട് നമ്മൾ അവരെ കൂടെ അങ്ങ് പോവുകയാണ്. ആ ലൈഫും അതേപോലെ എടുത്ത് പറയേണ്ട ആ ചെറുക്കൻ
എന്തിനാണ് ചെറുക്കൻ്റെ പേര് ഓവനോ എന്തോ ഒരു ഓവൻ. മോനെ ആ 3rd എപ്പിസോഡിൽ അവൻ്റെ ഒരു ഷോ ഉണ്ട്. ആ ചെറുക്കന് എന്ത് അവാർഡെന്ന് എനിക്കറിയണ്ട, എന്തെങ്കിലും കൊടുക്കണം. അത് ഒന്നൊന്നും കൊടുത്താൽ പോരാ, ഇഷ്ടം പോലെ എമ്മാതിരി പെർഫോമൻസിൽ. അതായത് ഭയങ്കര പാടാണ്. നമ്മൾക്ക് ഇപ്പോൾ ഒരു സിനിമ എടുക്കുന്ന സമയത്ത് ഈ പറയുന്ന ആർട്ടിസ്റ്റിനൊരു ബ്രീത്തിങ് സ്പേസ് കിട്ടും കരയാനും ഇതിനൊക്കെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ നമ്മൾ ചിരിക്കേണ്ടി വരും, മറ്റേ പോയിന്റ് ചിലപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് വിഷമിക്കേണ്ടി വരും. അതായത് ഈ സിംഗിൾ ഷോട്ടിൽ എല്ലാ ഇമോഷൻസും കൺവേ ചെയ്ത് അത് പോകണം. എവിടെയെങ്കിലും ഒരെണ്ണം പോയി കഴിഞ്ഞാൽ അത് റീടേക്കാണ്. അത് ഭയാനകമായിട്ട് അവർ എടുത്തിട്ടുണ്ട് കേട്ടോ, അത് സമ്മതിക്കണം. ഇറ്റ്സ് നോട്ട് വെരി ഈസി. നമുക്ക് എവിടെയെങ്കിലും കട്ട് ചെയ്തിട്ട് റീഷൂട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടിയല്ല. അതിൻ്റെ അവസാനം ഒരു ഫാമിലിയുടെ ഒരു കാഴ്ചപ്പാടൊക്കെ ഈ സിനിമയിൽ ആ ഒരു സീരീസിൽ കാണിക്കുന്നുണ്ട്. അവർ ഗോ ത്രൂ ചെയ്യുന്ന ഒരു ട്രോമ, അവർ ഗോ ത്രൂ ചെയ്യുന്ന ഒരു ഹാർഡ്ഷിപ്പ്. ആ പാരൻസിൻ്റെ സാധനം ഭയങ്കര ആ പയ്യൻ്റെ സാധനങ്ങളില്ല. പിന്നെ സ്കൂളിൽ വെച്ചൊരു പരിപാടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് എടുത്തിരിക്കുന്നത് DJI റോണിൻ എന്ന് പറഞ്ഞിട്ട് അവന്മാരെ പുതിയൊരു ക്യാമറ ഉണ്ട്. അതായത് ഭയങ്കര സ്റ്റേബിളായിട്ടുള്ള ഒരു ക്യാമറയാണ്. ആ സാധനം വെച്ചിട്ടാണ് ഈ സാധനം മൊത്തം എടുത്തേക്കുന്നത്. എന്നിട്ട് ഇവരിതിനെ പലയിടത്തും റിഗ് ചെയ്യും. ഇപ്പോൾ കാറിലാണെങ്കിൽ കാറിൽ റിഗ് ചെയ്യും. പിന്നെ ഡ്രോൺ ഷോട്ട് ഒരു സീനുണ്ട്. എനിക്കാണ് അതും DJI തന്നെയായിരിക്കും. ബിക്കോസ് റോണിനായതുകൊണ്ട് ഇപ്പോൾ DJIക്ക് തന്നെ ഒരുപാട് ഇതുപോലത്തെ റിഗ്സ് വരുന്നുണ്ട്. അപ്പം എളുപ്പമാണ്. ഞാൻ പറയൂ, DJIക്ക് ഇതുപോലെ ഒരു പ്രൊമോഷൻ ലൈഫ് ലോങ്ങിന് ഇനി കിട്ടൂല. ഇനി ഇത് വെച്ച് ഒരുപാട് സിനിമകൾ ഇനി വരും ഇതുപോലെ സിംഗിൾ ഷോട്ട് സീക്വൻസ് ഒക്കെ എടുക്കാനേ. ഗംഭീര ഡയറക്ഷൻ. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ സിംഗിൾ ഷോട്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഫീൽസ് വെരി റോ. മനസ്സിലായില്ല, നമ്മൾ ആ ഒരു മൊമെൻറ്റിൽ അവരെ കൂടെ നിൽക്കുന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. ഒന്ന് ആലോചിക്കും, ത്രൂ ഔട്ട് ഒരു ഫുൾ എപ്പിസോഡ് അതാ നമ്മൾ അവരെ കൂടെ തന്നെ എല്ലായിടത്തും ഇങ്ങനെ അത് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഞാൻ പറയില്ല, നിങ്ങൾക്ക് സീരീസിൻ്റെ ആ ഒരു കഥയും കാര്യമൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ദ ഫിലിം മേക്കിംഗ് ഈസ് ആബ്സല്യൂട്ട്ലി ഇൻക്രെഡിബിൾ in my opinion, and this topic is very 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 important in present life. കൊച്ചു കുട്ടികൾ എന്താണ് കൺസ്യൂം ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. ഇപ്പം നമ്മളെയൊക്കെ ഒരു ടൈമിലൊക്കെ നമുക്കൊന്നും സോഷ്യൽ മീഡിയ ലോകവും ഇല്ല. സോഷ്യൽ മീഡിയ സംതിങ് ഇസ് വെരി ന്യൂ ഇല്ലേ. നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ആ ഒരു തുടക്ക സമയം തൊട്ട് കണ്ടു തുടങ്ങിയ ആൾക്കാരാണ്. ഈ പറയുന്ന സാധനം വന്നതോടെ ഈ പിള്ളേർക്ക് ആക്സസ് ടു ലോട്ട് ഓഫ് ടോക്സിക്, ഇപ്പം നല്ല സാധനം അവിടെ കിട്ടുകയും ചെയ്യും, ടോക്സിക്കും കിട്ടും, പോണോഗ്രഫി കിട്ടും, എവ്രിതിങ് ഈസ് ഓൺ ദെയർ ഹാൻഡ്സ്. അത് വെച്ചിട്ട് എന്ത് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റിയാണ് അവരൊരു ക്രിയേറ്റ് ചെയ്യുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല. ഇപ്പം മറ്റേന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എടുത്തിട്ട് ഇടിയാണ്. അതും സത്യം പറഞ്ഞാൽ നല്ലൊരു പാരൻറ്റിങ് എന്നല്ല. പക്ഷേ ഞാൻ പറയുന്നത് നമുക്കൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. വി നോ ദാറ്റ് ദർ വിൽ ബി കോൺസിക്വൻസസ്. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഒരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ അതിന് വലിയ കേസൊന്നും വരൂല എന്ന് അറിയുന്ന ഒരു രീതി ഓഫ് ലോകം നമ്മൾ ഇവിടെ ഇരിക്കുന്ന നമുക്ക് തന്നെ അറിയാം. നമ്മൾ മലയാളികൾക്ക് തന്നെ അറിയാം. മറ്റേ ആൾക്കൂട്ടത്തിൽ നിന്ന് അടിച്ചു വന്നു കഴിഞ്ഞാലൊന്നും അത് കേസാവില്ല എന്നൊക്കെ പറയണ ഒരു ഗ്യാങ് ഓഫ് ആൾക്കാർ. നമ്മൾ അത് എങ്ങനെ അവർ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അത് സിനിമയിൽ നിന്നാവാം, അല്ലെങ്കിൽ അവർ സെർച്ച് ചെയ്യും യൂട്യൂബിലും മറ്റെവിടെയും മറിച്ചെവിടെയൊക്കെ പറഞ്ഞു കൊടുക്കാനും ഒക്കെ ആൾക്കാരുണ്ട്. അതേപോലെ ഡാർക്ക് വെബ്, ഒരുപാട് സാധനങ്ങളിലോട്ട് ഇവർക്ക് ആക്സസ് പോകുന്നുണ്ട്. ഇതൊന്നും ഒരു മോണിറ്ററിങ് ചെയ്യാതെ വെച്ചേക്കുകയാണെങ്കിൽ വളരെ വളരെ ശോകാവസ്ഥയാണ്. അവിടെയൊക്കെയാണ് നമ്മുടെ ഐഫോൺ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം. സത്യം പറഞ്ഞാൽ എല്ലാ ഫോണുകളിലും ഉണ്ട് പാരൻറ്റിൽ ഈ പറയുന്ന സർവെയിലൻസ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ. ഐഫോണിൽ കുറച്ചും കൂടെ ബെറ്ററാണ്. ഒരു ഐഫോൺ ആ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഐഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ പിള്ളേരുടെയൊക്കെ ഫോണിൽ എന്ത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം, അവരെന്തൊക്കെയാണ് കൺസ്യൂം ചെയ്യുന്നതൊക്കെ പാരൻസിന് മോണിറ്റർ ചെയ്യാൻ പറ്റും. അത് ചെയ്യേണ്ടടുത്ത് ചെയ്യണോടെ. കൊച്ചു പിള്ളേർ 18 വയസ്സാവുന്നത് വരെയും അതൊരു മൈനർ കുട്ടി തന്നെയാണ്. വൺസ് ദേ ബിക്കം മെച്യൂർ എനഫ്, ലെറ്റ് ദം ഫേസ് ദ വേൾഡ്, ലെറ്റ് ദം ഡു മിസ്റ്റേക്സ്, ലെറ്റ് ദം face the consequences for their action. But അതുവരെ it is the parents' duty, it is the society's duty, it is everybody's duty to എന്താ പറയുക, അങ്ങനെ ഒരു എൻവയോൺമെൻറ്റ് ഈ പിള്ളേർക്കൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ് തെറ്റ്, എന്താണ് ശരി, ബേസിക് ആയിട്ടുള്ള തെറ്റും ശരിയും ഇല്ലേ, അത് പറഞ്ഞു കൊടുക്കണ്ടേ. ഒരാളെ കൊല്ലുക എന്ന് പറയുന്ന തെറ്റല്ലേ, അതിനൊരു ന്യായീകരണമില്ല. അതിന് അയാളുടേതായ ഒരു പല കാര്യങ്ങളും കാണും. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ടേക്കിംഗ് സമ്മൺസ് ലൈഫ് ഈസ് എ റോങ്.
ടേക്കിംഗ് ഡ്രഗ്സ് ഇസ് റോങ്. ഇവിടെ വേറെ കുറേ ബുദ്ധിജീവിയായ ഒരു മറ്റേ ഹൾക്കോകൻ്റെ മീശയൊക്കെ വെച്ചിട്ട് പറഞ്ഞ ഒരു മനുഷ്യനുണ്ട്. അങ്ങേര് വന്നിരുന്നു കൊണക്കാണ്, എന്തൊരു ഡ്രഗ് അടിക്കണേന് എന്താ പ്രശ്നം, അത് ചെയ്തിരിക്കുക, ഇയാൾ ആരടോ, നാണോ മാനമുണ്ടോ തനിക്ക് അങ്ങനത്തെ ഒരു ഡയലോഗ് അടിക്കാനായിട്ട്? എന്നിട്ട് വേറെ ഏതോ ഒരു കോണ്ടന്റ് ഞാൻ കണ്ടു, ഏതൊരു പെങ്കൊച്ചു പറയണം എന്തോന്ന് മറ്റേ അവര് കഞ്ചാവ് അടിച്ചിട്ട് ഒക്കെ ഇത് അവർക്ക് ഡ്രഗ് അടിച്ചിട്ട് കോൺസിക്വൻസസ് ഉണ്ടെന്നും അവർ ചെയ്യുകയാണെങ്കിൽ ഇത് ചെയ്തോട്ടേന്ന്. ഇതും അടിച്ചിട്ട് നാട്ടുകാരെ ഇടയിലോട്ടാണ് ഇറങ്ങണത്. ദാറ്റ് ഈസ് എ പ്രോബ്ലം. ഇതും അടിച്ച് കയറ്റിയിട്ട് എന്തൊക്കെ വൃത്തികേടാണ് ചെയ്യുന്നതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അവരടിച്ചോണ്ട് അടിച്ചോട്ടെ, അവരൊന്ന് അടിച്ചിട്ട് കണ്ടവനെ അടിക്കേ കൊല്ലേ പിടിക്കേ പീഡിപ്പിക്കേ എന്തിനോ ചെയ്യട്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ കയ്യും കെട്ടിയിരിക്കുക അല്ലേ? അതേപോലെ ദ ഗവൺമെന്റ് ഹാസ് ടു ലുക്ക് അപ്പ് ടു ഓൾ ദീസ് തിങ്സ്. ഞാൻ ഒരു സീരീസിന്റെ കേസ് പറഞ്ഞ് ഞാൻ വേറെ എവിടെയൊക്കെയോ പോയി. പക്ഷെ ഞാൻ പറയണ ആ സീരീസ് അത്രയ്ക്കും ഇമ്പാക്ട്ഫുൾ ആണ്. നമ്മളെയൊക്കെ പ്രസന്റ് സിനാരിയോയെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇറ്റ്സ് എ മസ്റ്റ് ബ്ലഡി വാച്ച്. അതേപോലെ നമ്മുടെ എമ്പുരാൻ്റെ വീഡിയോ 1 million ആയി ട്രെയിലർ റിയാക്ഷൻ. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. രണ്ടാമത്തെ കാര്യം 27-ാം തീയതി നമ്മളെല്ലാവരും കട്ടയ്ക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നാട്ടിൽ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു, റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. ഐ ആം സോ ഹാപ്പി മാൻ. ഐ ഓൾവേസ് വാണ്ടഡ് ടു സീ ദിസ്. ഈ ഒരു സാധനം ഞാൻ കുറേ നാളെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്തെങ്കിലും എമ്പുരാൻ ഇറക്കണേ എന്ന്. അത് ഇറങ്ങാൻ പോവുകയാണ് 27-ാം തീയതി. ആൻഡ് സൂപ്പർ എക്സൈറ്റഡ്. അത് കഴിഞ്ഞ് തുടരും അതിലൊരു പോസ്റ്റർ കണ്ടിട്ട് ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട്. ലാലേട്ടൻ ഒരു സ്പ്ലെൻഡറിൽ പോണ സാധനം, അതും നല്ല പടമായിരിക്കും. ഇവിടെ എനിക്ക് ഭയങ്കര പ്രതീക്ഷയൊന്നുമില്ലെങ്കിലും എവിടെയൊക്കെ ഒരു നല്ലൊരു ഫീൽ ഗുഡ് സാധനം കിട്ടുമെന്നുള്ളൊരു ഇതുണ്ട്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച് ഗൈസ്. അപ്പോൾ എന്തായാലും 27-ാം തീയതി കാണാം എമ്പുരാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ പടത്തോട് പടമാണ്. അത് എന്തൊരു ആലപ്പുഴ ജിംഖാന, ബസൂക്ക, പിന്നെ എന്ന് പറയണം മറ്റേ സാധനം അജിത്തിൻ്റെ പടം ഗുഡ് ബാഡ് അഗ്ലി, പിന്നെ വീരദോര എന്തൊരു അങ്ങനെ എന്തൊരു പടം വരുന്നുണ്ടല്ലോ മറ്റേ വിക്രമിൻ്റെ. ഇനി അങ്ങോട്ട് തുരുതുര പടം തന്നെ. ഈ ഒരു മാസം വളരെ പീസ്ഫുൾ ആയിരുന്നു. ഇനി അങ്ങോട്ട് പീസ്ഫുൾ ആയിരിക്കില്ല, വയലൻ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ബൈ.